രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അറസ്റ്റ് ആയുധമാക്കി CPIM. MLA സംരക്ഷിക്കുന്ന കോൺഗ്രസ് ജീർണതയുടെ മുഖമാണെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പ്രതികരിച്ചു. രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്ക് കോൺഗ്രസ് സംരക്ഷണ കവചമൊരുക്കിയെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ ആരോപിച്ചു. കോൺഗ്രസ് ഉന്നതരും രാഹുലും തമ്മിലുള്ള കൂട്ടുകച്ചവടമെന്ന് മന്ത്രി V ശിവൻകുട്ടിയും ആരോപിച്ചു. നേതാക്കളുടെ പ്രതികരണം കാണാം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായി മൂന്നാമത്തെ വെളിപ്പെടുത്തലാണ് അന്വേഷണപ്പെടുത്തിയുള്ള കേസുമാണ് വരുന്നത്. വളരെയേറെ ഗൗരവതരമായ രീതിയിലാണ് മൂന്നാമത്തെ കേസ് വരുമ്പോഴേക്കുള്ള ചിത്രീകരണം. യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റാവാൻ MLA ആവാൻ കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മെറിറ്റ് ഇതൊക്കെയാണെന്നാണ് ജനം മനസ്സിലാക്കേണ്ടത്. അപ്പോൾ വളരെ വളരെ ജീർണമായ ഒരു അവസ്ഥ അഭിമുഖീകരിക്കുകയാണ്. പൊതുപ്രവർത്തന രംഗത്ത് നിൽക്കുന്ന ആളുകളെല്ലാം വളരെ ഗൗരവപൂർവ്വം തന്നെയാണ് ഇതെല്ലാം കേൾക്കുകയും കാണുകയും ഒക്കെ ചെയ്യുന്നത്. ഈ ജീർണമായ സാഹചര്യത്തിൽ ഇതെല്ലാം ചേർന്നുകൊണ്ടാണ് പ്രൊമോഷൻ അടിസ്ഥാനമായിട്ട് അവർ രൂപപ്പെടുത്തിയിട്ടുള്ളത്. രാഹുൽ മാങ്കൂട്ടത്തെ കോൺഗ്രസ് പുറത്താക്കിയിട്ടുണ്ടെങ്കിലും എല്ലാ സംരക്ഷണ കവചവും ഒരുക്കിയിട്ടുള്ളത് കോൺഗ്രസാണ്. MLA സ്ഥാനം രാജിവെക്കുന്നതിന് വേണ്ടി ആവശ്യപ്പെടണം. രാഹുൽ മാങ്കൂട്ടം കോൺഗ്രസുമായി ബന്ധമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാലും രാഹുൽ മാങ്കൂട്ടത്തിന് ആവശ്യമായിട്ടുള്ള സംരക്ഷണം ഒരുക്കുന്നത് കോൺഗ്രസ് തന്നെയാണ്. ഇത് യഥാർത്ഥത്തിൽ കേരളത്തിലെ പോലീസ് സംവിധാനത്തെ വലിയ തോതിൽ പ്രശംസിക്കുന്ന ഒരു നടപടിയാണ്, പ്രശംസിക്കേണ്ടുന്ന നടപടിയാണ്. ആരും അറിയാതെ ഇദ്ദേഹത്തെ കസ്റ്റഡിയിലെടുക്കാൻ പോലീസിന് കഴിഞ്ഞു എന്നുള്ളത്. കേരളത്തിൻ്റെ സംസ്കാരം നമുക്ക് ഉയർത്തിപ്പിടിക്കുവാൻ പ്രത്യേകിച്ച് ഒരു ജനപ്രതിനിധി MLAയുടെ ഭാഗത്തുനിന്ന് നിഷ്ക്രൂരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ലോകം ഒരിക്കലും അംഗീകരിക്കുന്ന കാര്യങ്ങളല്ല. ഇപ്പോഴും കോൺഗ്രസ് ക്യാമ്പുകളിൽ നിന്ന് നല്ല പിന്തുണ ഇദ്ദേഹത്തിന് കിട്ടുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. എന്തായാലും വളരെ വളരെ മോശമാണ്. കോൺഗ്രസ് തന്നെയാണ് ഇക്കാര്യത്തിൽ ഇതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടത്. കർശനമായ നടപടിയിലേക്ക് ഇനിയും പോകുന്നതിന് വേണ്ടി കോൺഗ്രസ് രാഹുൽ മാങ്കൂട്ടത്തെ ഭയപ്പെടുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അരുൺ സോളമൻ ചേരുന്നു. അരുൺ, വലിയൊരു തെരഞ്ഞെടുപ്പ് വരാനിരിക്കെ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം വീണ്ടും രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുമ്പോൾ മുന്നണിയും പാർട്ടിയും ഇതിനെ രാഷ്ട്രീയ ആയുധമാക്കുന്നത് എങ്ങനെയാണ്? നേതാക്കളുടെ പ്രതികരണത്തിന്റെ വിശദാംശങ്ങൾ എന്താണ്? റോഷ്നി, ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കുമ്പോഴാണ് രാഹുൽ മാങ്കൂട്ടം ഇപ്പോൾ റിമാൻഡിലായിരിക്കുന്നത്. ഈ വിഷയം തുടക്കം മുതൽ തന്നെ കോൺഗ്രസ് പ്രതിരോധിക്കുന്നത് മുകേഷിന്റെ കാര്യം പറഞ്ഞുകൊണ്ടാണ്. ഇവിടെ ഇന്ന് TP രാമകൃഷ്ണൻ അടക്കമുള്ളവർ, AK ബാലൻ അടക്കമുള്ളവർ പറയുന്നത് വ്യക്തമാണ്. മുകേഷിന്റെ പരാതിക്ക് സമാനമാണോ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള പരാതി എന്നുള്ളതാണ്. അതിൽ തന്നെ വ്യക്തമാണ്. പക്ഷേ ഇവിടെ പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവർ രാഹുൽ മാങ്കൂട്ടവുമായി തങ്ങൾക്ക് ഒരു ബന്ധമില്ല, ഈ പാർട്ടിയുമായി ബന്ധമില്ലെന്ന് പറഞ്ഞ് പ്രതിരോധിക്കുമ്പോഴും CPM ഇന്ന് കടന്നാക്രമിച്ചിരിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കോൺഗ്രസിന്റെ വികൃതമായ മുഖം അത് പ്രകടമായ ദിവസമാണ് എന്നുള്ളതാണ് ഇന്നിപ്പോൾ CPMന്റെ സംസ്ഥാന സെക്രട്ടറി കൂടിയായിട്ടുള്ള MV ഗോവിന്ദൻ വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ പാർട്ടിക്ക്, കോൺഗ്രസ് പാർട്ടിക്ക് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിൽ തന്നെ ഇരട്ടത്താപ്പുണ്ട്. രണ്ട് മുഖം കേരളത്തിലെ ജനങ്ങൾ കണ്ടു കഴിഞ്ഞിരിക്കുന്നു. ഒരു ഭാഗത്ത് പാർട്ടിയുമായിട്ട് ബന്ധമില്ലെന്ന് പറയുമ്പോൾ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ ചില കോണുകളിലെ ചില കോൺഗ്രസിന്റെ തന്നെ ക്യാമ്പുകളിൽ നിന്നും പല ഭാഗങ്ങളിൽ നിന്നും രാഹുൽ മാങ്കൂട്ടത്തിനെ പല ഘട്ടങ്ങളിലായിട്ട് സംരക്ഷിക്കുന്ന നിലപാട് നേതാക്കൾ സ്വീകരിച്ചിട്ടുണ്ടെന്ന അടക്കമുള്ള പരാമർശങ്ങൾ P രാജീവ് അടക്കമുള്ള നേതാക്കളുടെ ഭാഗത്തുനിന്ന് ഉയർന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് ഇപ്പോൾ വലിയൊരു സംശയം ഉണ്ടായിട്ടുണ്ട്. ആ സംശയം കോൺഗ്രസ് തന്നെ ദൂരീകരിക്കേണ്ടതുണ്ട്. കാരണം വരുന്ന ദിവസങ്ങളിൽ എന്തായാലും CPM ഇതൊരു ആയുധമാക്കി മാറ്റുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതാണ് ഇന്നിപ്പോൾ TP രാമകൃഷ്ണനും അതുപോലെ തന്നെ AK ബാലൻ അടക്കമുള്ളവർ മുന്നോട്ട് വച്ചിരിക്കുന്നത്. കാരണം ഈ ഇരട്ടത്താപ്പ് എന്തുകൊണ്ടാണ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതിനപ്പുറം എന്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന് രാജി ആവശ്യപ്പെടാൻ കോൺഗ്രസിന് കഴിയാതെ പോകുന്നത് എന്തുകൊണ്ടാണെന്നുള്ളത് തന്നെയാണ് ഇന്നിപ്പോൾ CPMന്റെ നേതാക്കൾ മുന്നോട്ട് വെക്കുന്നത്. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിന്റെ അയോഗ്യനാക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ നിയമ നടപടികളാണ്. അത് നിയമോപദേശം തേടിയതിനു ശേഷം മറ്റു കാര്യങ്ങളിലേക്ക് കടന്നുപോകും. പോലീസ് എന്തായാലും വളരെ ഭംഗിയായിട്ട്, വളരെ വൃത്തിയായിട്ട് ഈ കേസ് എന്തായാലും മുന്നോട്ട് കൊണ്ടുപോയി. കാരണം ഒരാഴ്ചക്കുള്ളിലാണ് ഈ പരാതി ലഭിക്കുന്നു. അതിനുള്ളിൽ വളരെ തന്ത്രപൂർവ്വം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്തിപ്പോൾ റിമാൻഡിൽ എത്തിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പോലീസിന്റെ SITയുടെ അന്വേഷണമൊക്കെ വളരെ കൃത്യതയാർന്ന നിലപാട് പോലീസ് സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷേ കോൺഗ്രസ് അപ്പോഴും ഇരുട്ടത്ത് നിൽക്കുന്ന ഒരു സമീപനമാണ് സ്വീകരിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ചും പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവർ, K മുരളീധരൻ അടക്കമുള്ളവർ ഇന്ന് അവരുടെ വാക്കുകൾ വ്യക്തമാകുന്നത് പലപ്പോഴും രാഹുൽ മാങ്കൂട്ടവുമായി തങ്ങൾക്ക് ഒരു ബന്ധമില്ലെന്നാണ്. അങ്ങനെ ബന്ധമില്ലാത്ത ഒരു നേതാവ് ഇപ്പോൾ ഈ മുൻകൂർ ജാമ്യം കിട്ടിയപ്പോൾ തന്നെ പലപ്പോഴും അയാൾക്ക് സമൂഹത്തിൽ നിന്ന് കിട്ടുന്ന പിന്തുണ അത് കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് കിട്ടുന്ന പല കാര്യങ്ങളും ചോദ്യം ചെയ്യുകയാണ്. നിലവിൽ LDFും അതുപോലെ CPIMന്റെയും പ്രതികരണങ്ങളുടെ വിശദാംശങ്ങളാണ് അരുൺ സോളമൻ നൽകിയത്.